ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരൻറ്റ് വിത്ത് SCRT. ജിയോഗ്രഫി യൂണിറ്റ് 1 കുറച്ച് ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് നോക്കാനുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കാറ്റുകൾ. ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് എന്ന് നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാറ്റുകളെ നമ്മൾ 4ആയിട്ട് തരംതിരിക്കുന്നു: സ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, പ്രാദേശികവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ. എന്താണ് സ്ഥിരവാദങ്ങൾ? വർഷം മുഴുവൻ ഒരു നിശ്ചിത ദിശയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളാണിവ. നിരന്തരവാദങ്ങൾ, ആഗോളവാദങ്ങൾ എന്നീ പേരുകളിലും സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നു. ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റുകൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിവയാണ് പ്രധാന സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിരമായി വീശുന്ന കാറ്റുകളെയാണ് എന്തു പറയുന്നത്? സ്ഥിരവാദങ്ങൾ അഥവാ ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സ്ഥിരവാദങ്ങൾ? നമുക്കിവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് വാണിജ്യവാദങ്ങൾ. വേറെ ഏതാണെന്നാ പറഞ്ഞിട്ടുള്ളത്? പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. വേറൊരു കാര്യം കൂടി നമ്മൾ ഈ യൂണിറ്റിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. കാറ്റുകൾക്ക് പേര് നൽകുന്നത് കാറ്റുകളുടെ ദിശ, എവിടെ നിന്നാണ് കാറ്റുകൾ തുടങ്ങുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാറ്റുകൾക്ക് നമ്മൾ പേര് കൊടുക്കുക. അപ്പോൾ വാണിജ്യവാദങ്ങളെ തന്നെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്: വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും. വാണിജ്യവാദങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, ഇതാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഭൂമധ്യരേഖ അഥവാ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. 30 ഡിഗ്രി വടക്കും തെക്കുമാണ് നമ്മൾ ഏതായിട്ട് കണക്കാക്കുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും നമ്മുടെ ഭൂമധ്യരേഖയിലേക്ക് വീശുന്ന കാറ്റുകളെ എന്തു പേരിൽ അറിയപ്പെടുന്നു? വാണിജ്യവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് സ്ഥിരമായി വീശിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര തരത്തിലുള്ള വാണിജ്യവാദങ്ങളുണ്ട്? വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ. നോക്കൂ, വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് എവിടേക്ക് വീശുന്നു എന്നാണ്? വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്നു. വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക് വീശുന്നു. നോക്കൂ, ഇതാണ് ആ ഒരു വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും. ഇനി ഏതാണ്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. ഇതാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. അപ്പോൾ വടക്ക് കിഴക്കൻ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങളും 30 ഡിഗ്രി തെക്ക് ദിശയിൽ നിന്ന് വീശുന്ന സ്ഥിരവാദം ഏതാണ്? തെക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് പേരാണേത്? പശ്ചിമവാദങ്ങൾ. ഏതൊക്കെ ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് പശ്ചിമവാദങ്ങൾ സ്ഥിരമായി വീശിക്കൊണ്ടിരിക്കുന്നത്? 60 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി വടക്കിനും ഇടയിൽ, അതായത് 30 ഡിഗ്രി തെക്ക് 60 ഡിഗ്രി തെക്ക്, അല്ലേ? ഈ 2 ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റിൻ്റെ പേരാണ് പശ്ചിമവാദങ്ങൾ. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് പശ്ചിമവാദങ്ങൾ ഏതൊക്കെ മർദ്ദ മേഖലകൾക്കിടയിലാണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും അതുപോലെ തന്നെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും തെക്ക് വടക്ക് വീശുന്ന കാറ്റുകളെയാണ് പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നത്. വേറൊരു പോയിന്റും കൂടിയുണ്ട്: ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അപ്പോൾ എവിടെ നിന്ന് എവിടേക്ക് പശ്ചിമവാദങ്ങൾ വീശുന്നു? 30 ഡിഗ്രി വടക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും 60 ഡിഗ്രി വടക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കും, അതുപോലെ തന്നെ 30 ഡിഗ്രി തെക്ക് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും എങ്ങോട്ട് വീശുന്നു? 60 ഡിഗ്രി തെക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കും വീശുന്നു. രണ്ടാമത്തെ പോയിന്റ്, എവിടെ നിന്നാണോ വീശുന്നത്
ആ സ്ഥലം ആണ് ഏതിന് പേര് കൊടുക്കുക, ആ ദിക്കാണ് ഏതിന് പേര് കൊടുക്കുന്നത്, നമ്മുടെ ഏത് കാറ്റിനും. അപ്പൊ പശ്ചിമവാദങ്ങൾ നോക്കൂ, പശ്ചിമം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പശ്ചിമം എന്ന് പറഞ്ഞാൽ ഏതാണ്? പടിഞ്ഞാറ്, വെസ്റ്റ്. പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പൊ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന സ്ഥിരവാദം ഏതൊക്കെ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾക്കും ഇടയിൽ പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റ്, സ്ഥിരമായ കാറ്റ് ആണ് ഏത്? പശ്ചിമവാദങ്ങൾ. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ സ്ഥിരവാദത്തിന്റെ പേരാണ് ധ്രുവീയ പൂർവവാദങ്ങൾ. ധ്രുവീയം 90 ഡിഗ്രി തെക്ക്, 90 ഡിഗ്രി വടക്ക്. പൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക്. ധ്രുവീയ പൂർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക്. ഓക്കെ. ഈസ്റ്റ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന, കിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന സ്ഥിരവാദമാണ് ഏത്? ധ്രുവീയ പൂർവവാദങ്ങൾ. നോക്കൂ, ഇവിടെ കിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളാണ് ഏത്? ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് പറയുന്നത്. ദിശ ഇവിടെ നിന്നാണ് കേട്ടോ. ഇങ്ങനെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 3 സ്ഥിരവാദങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ. അവ ഏതൊക്കെ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്നു എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് ഏത് ഭാഗമാണ്? 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്കൻ കാറ്റുകളായും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്കൻ കാറ്റുകളായും വീശുന്നു. കാരണമെന്ത്? 2 ദിശകളിൽ നിന്നാണ് വീശുന്നത്. അതായത് 30 ഡിഗ്രി വടക്ക് നിന്നും 30 ഡിഗ്രി തെക്ക് നിന്നും. ദിശക്കനുസരിച്ച് നമ്മളെ 2 വാണിജ്യവാദങ്ങൾക്കും 2 പേര് നൽകിയിരിക്കുന്നു. അടുത്തത് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ്. എന്തായിരിക്കും കാരണം? നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള കാരണം തന്നെയാണ്. തെക്ക് ഭാഗം സമുദ്രങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അല്ലെ. സമുദ്രങ്ങളിൽ ഉച്ചമർദ്ദ മേഖല കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് മർദ്ദമേഖലകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഇത്തരത്തില് പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാവാൻ കാരണം. ഇവിടെ നോക്കൂ, എന്താണ് ITCZ? ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇന്റർ ടോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് വിളിക്കുന്നു. സൂര്യന്റെ അയനത്തിനനുസരിച്ച് ഇന്റർസോൺ കൺവേർജൻസ് സോണിന് സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അതാണ് സംഗമിക്കുന്ന സ്ഥലം. 30 ഡിഗ്രി തെക്ക് വടക്ക് നിന്നും ഈ കാറ്റുകൾ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? ഇന്റർ ടോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് എന്താണ് കാലികവാദങ്ങൾ? നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ശ്രദ്ധിക്കുക, നിശ്ചിത ഇടവേളകളിൽ വിപരീത ദിശയിലേക്ക് ഗതിമാറുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. ദൈനംദിനം ആവർത്തിക്കുന്ന പ്രാദേശിക വാദങ്ങളായ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നിവയും ഉഷ്ണ ശൈത്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മൺസൂൺ കാറ്റുകളും കാലികവാദങ്ങളാണ്. ഇടവേളകളിൽ ആവർത്തിക്കുന്ന കടൽക്കാറ്റ്, കരക്കാറ്റ് അല്ലെ, പകല് രാത്രി ഉണ്ടാകുന്ന കാറ്റുകളാണ്. പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് അതേപോലെ തന്നെ പകലും രാത്രികളിലും ഉണ്ടാകുന്ന കാറ്റുകളാണ്. ഇടവേളകളിൽ ആവർത്തിക്കുന്നു. മൺസൂൺ കാറ്റുകളും 6 മാസം കൂടുമ്പോൾ ജൂൺ മാസങ്ങളിൽ ആവർത്തിച്ച് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഏത് വാദങ്ങളാണ്? ഏത് തരം കാറ്റുകളാണ്? കാലിക വാദങ്ങളാണ്. ഇതിലിവിടെ പറഞ്ഞിട്ടുള്ള കടൽക്കാറ്റ്, കരക്കാറ്റൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു എന്നാണ്. നമുക്ക് ഇതൊക്കെ ഡീപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് അതിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം. കരക്കാറ്റും കടൽക്കാറ്റും ഒരേ പ്രദേശത്തു തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം വ്യത്യസ്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുപോലെ കരയും കടലും സൂര്യതാപത്തോട് പ്രതികരിക്കുന്നതും ഒരുപോലെയല്ല. കര പെട്ടെന്ന് ചൂടാവുകയും
പെട്ടെന്ന് തന്നെ തണുക്കുകയും ചെയ്യും. എന്നാൽ കടൽ സാവധാനമേ ചൂടാവുകയുള്ളൂ. ലഭിക്കുന്ന ചൂട് ഏറെ നേരം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. ഇവിടെയുള്ള ചിത്രങ്ങളൊന്ന് നിരീക്ഷിക്കാം. കടൽക്കാറ്റ്, കടൽക്കാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങളത് കണക്ട് ചെയ്യുക. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതിനനുസരിച്ചായിരിക്കും കാറ്റിന് പേര് നൽകുന്നത്. അപ്പോൾ കടൽക്കാറ്റ് എവിടെ നിന്നും തുടങ്ങുന്നു? കടലിൽ നിന്നും തുടങ്ങുന്നു. എങ്ങോട്ട് വീശുന്നു? കരയിലേക്ക് വീശുന്നു. അപ്പോൾ കടൽക്കാറ്റ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പകലാണ് അല്ലേ? അപ്പോൾ പകൽ കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അടുത്ത പിക്ചർ നോക്കൂ. കരക്കാറ്റ്, കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകൾ. കരക്കാറ്റ് രാത്രി, കര രാത്രി. അപ്പോൾ കടൽക്കാറ്റ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്നു പകൽ സമയങ്ങളിൽ. കരക്കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നു രാത്രി സമയങ്ങളിൽ. ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കാലികവാതങ്ങൾ. ഇനി ടെക്സ്റ്റിൽ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. പകൽ സമയം കര പെട്ടെന്ന് ചൂട് പിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുന്നു. ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളം കാറ്റുകളാണ് കടൽക്കാറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ പകൽ സമയങ്ങളിൽ മണൽ പെട്ടെന്ന് ചൂടാകുന്നു, മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അപ്പോൾ കടലിലായിരിക്കും ഉച്ചമർദ്ദം ഉണ്ടാവുക. അവിടെ നിന്നും താരതമ്യേനയുള്ള ഉച്ചമർദ്ദമാണ്. അപ്പോൾ അവിടെ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. ഇനി നോക്കൂ, രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവുമായിരിക്കും. ഇത് കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നതിനിടയാക്കും. ഇവയാണ് കരക്കാറ്റ്. അപ്പോൾ പകല് ഉച്ചമർദ്ദം കടലിലാണെങ്കിൽ രാത്രി ഉച്ചമർദ്ദം എവിടെയായിരിക്കും? തീരത്തായിരിക്കും, മണലിന് മുകളിലായിരിക്കും, കരയിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റുകളാണ് കരക്കാറ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കരക്കാറ്റ് രാത്രിയോടെ ആരംഭിച്ച് പുലർക്കാലത്തോടെ സജീവമാകുന്നു, സൂര്യോദയത്തോടെ അവസാനിക്കുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് എന്തു പേര് പറയുന്നത്? കാലികവാതങ്ങൾ എന്ന് പറയുന്നത്. ഇനി പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയർന്ന പർവ്വത മേഖലകളിൽ അനുഭവപ്പെടുന്ന കാറ്റുകളാണ് ഇവ. പകൽ സമയത്ത് പർവ്വതമുകളിലെ വായു ചൂട് പിടിച്ചു ഉയരുന്നതിനാൽ താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് പർവ്വത ചെരുവുകളിലൂടെ കാറ്റ് വീശുന്നു. അപ്പോൾ പർവ്വതത്തിന് മുകളിൽ ന്യൂനമർദ്ദവും താഴ്വാരത്ത് ഉച്ചമർദ്ദവുമായിരിക്കും. അപ്പോൾ ഇവിടെ വീശുന്ന കാറ്റുകൾ ഇങ്ങനെ താഴ്വാരത്ത് നിന്ന് മുകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് താഴ്വരക്കാറ്റ്. ഇവിടെയായിരിക്കും ഉച്ചമർദ്ദം, ഇവിടെയായിരിക്കും ന്യൂനമർദ്ദം. നേരെ ഓപ്പോസിറ്റ് നോക്കൂ. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം ഇവിടെ ഉച്ചമർദ്ദവും ഇവിടെ ന്യൂനമർദ്ദവും, ലോ പ്രഷർ ഹൈ പ്രഷർ, LH എന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പോൾ തണുത്ത വായുവിന് ഭാരം കൂടുതലായതിനാൽ താഴ്വാരത്തേക്ക് പർവ്വതത്തിന് മുകളിൽ നിന്നും കാറ്റ് വീശുന്നതിനെ പർവ്വതക്കാറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അതാണ് പേര്. അപ്പോൾ കാറ്റ് അവിടെ നിന്ന് തുടങ്ങുന്നു, അവിടെ ആയിരിക്കും ഉച്ചമർദ്ദം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. താഴ്വരക്കാറ്റ് പകലും പർവ്വതക്കാറ്റ് രാത്രിയുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല, പക്ഷെ പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു കാര്യം കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. മൺസൂൺ കാറ്റുകൾ. ഋതുക്കളിൽ ആവർത്തിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത്. ശ്രദ്ധിച്ചോളാം, മൗസിം. മൗസിം എന്ന വാക്കിൻ്റെ അർത്ഥം
മൺസൂൺ അറബി പദമാണ്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് മൺസൂൺ എന്ന വാക്കിന് അർത്ഥം. ഒരു വർഷ കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂൺ രൂപം കൊള്ളുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ്റെ അയനം, അല്ലേ? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറുന്നു. ഇതിനെ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നു. അടുത്തത് കോറിയോലിസ് പ്രഭാവം, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി തപനത്തിലെ വ്യത്യാസങ്ങൾ. മൺസൂൺ കാറ്റുകൾ. കാറ്റിൻ്റെ കാലികമായ ദിശാവ്യതിയാനമാണ് മൺസൂൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യൻ വൻകര, പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂട് പിടിക്കുന്നതിനാൽ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്നും വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായി മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അറബിക്കടലിൽ നിന്ന് ഇവിടെ നോക്കൂ, ഇവിടെ ഉച്ചമർദ്ദവും ഇവിടെ ന്യൂനമർദ്ദവുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് കാറ്റ് വീശുന്നു. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ കാറ്റ് വീശുന്നു. അപ്പോൾ ഇതിലേക്ക് വൻകരയോട് കരഭാഗത്തേക്ക് അടുക്കുമ്പോഴേക്കും അതെന്തായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു? മഴയായി മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് മൺസൂൺ എന്ന് പറയുന്നത്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു പ്രത്യേക ഷേപ്പ് കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് കടക്കുന്ന സമയത്ത്, കേരളത്തിൻ്റെ ഭാഗത്തു കൂടെ കടക്കുന്ന സമയത്ത് ഈ കാണുന്ന ശാഖയെ അറബിക്കടൽ ശാഖ എന്നും ഇതിനെ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നും പറയുന്നു. ഇങ്ങനെ രണ്ടായി പിരിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖല ഇന്ത്യൻ സമുദ്രത്തിൻ്റെ മുകളിലും നമ്മുടെ കരഭാഗത്ത് മുകളിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ശൈത്യകാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൻ്റെ പിടിയിൽ അമരുന്നതിനാൽ ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇതിനാൽ കരയിൽ നിന്നും ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും തുടർച്ചയായി കാറ്റ് വീശുന്നു. പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ ഇവിടെ ഉച്ചമർദ്ദവും ഇവിടെ ന്യൂനമർദ്ദവും ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? കാറ്റുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ രൂപാന്തരം പ്രാപിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് പ്രാദേശികവാദങ്ങൾ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ, ലോക്കൽ വിൻഡ്സ്. ഓരോ പ്രദേശത്ത് മാത്രം ഉണ്ടാകുന്ന കാറ്റുകൾ. പ്രാദേശികവാദങ്ങളിലേറെയും കാലികമാണ്. കാലികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടവേളകളിൽ ഉണ്ടാകുന്നതാണ്. അതത് പ്രാദേശിക നാമങ്ങളിലാണ് ഈ കാറ്റുകൾ അറിയപ്പെടുന്നത്. ഇവിടെ 4 പ്രാദേശികവാദങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പ്രദേശത്താണ്, എന്താണ് സവിശേഷത? 1 ലു, ഉത്തരേന്ത്യൻ സമതലത്തിലാണ് വീശുന്നത്. നമ്മുടെ ഒരു രാജസ്ഥാൻ ആ ഭാഗങ്ങളിലാണ്, ഉത്തരേന്ത്യയിലാണ് വീശുന്നത്. ഉഷ്ണക്കാറ്റാണ്. രണ്ടാമത്തത് ചിനൂക്ക്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലാണ് ചിനൂക്ക് ഉണ്ടാവുന്നത്. വരണ്ട ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് എന്നതിന് മഞ്ഞുതീനി എന്ന അർത്ഥമുണ്ട്. അതായത് ഈ വരണ്ട ഉഷ്ണക്കാറ്റ് റോക്കി പർവ്വത ചെരുവിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ മഞ്ഞിനെ നീക്കം ചെയ്യുന്നു. 3 ഫൻ, യൂറോപ്പിലെ ആൽപ്സ് പർവ്വത ചെരുവിലുണ്ടാകുന്നു. വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹർമാറ്റൻ, ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലാണ് ഉണ്ടാകുന്നത്. കൊടും ചൂടിന് ശമനമേകുന്നു. ആഫ്രിക്കയിൽ ഈ ഒരു കൊടും ചൂടിനെ തണുപ്പിക്കുന്നത് കൊണ്ട് ആഫ്രിക്കയിലെ ജനത ഈ കാറ്റിനെ ഡോക്ടർ ഹർമാറ്റൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തെ മാറ്റുന്നതിന് ഈ പ്രാദേശികവാദങ്ങളൊക്കെ തന്നെയും സഹായിക്കുന്നുണ്ട്. ഇനി 4ാമത്തെ കാറ്റ് അസ്ഥിരവാദങ്ങൾ.
ഹ്രസ്വകാലം മാത്രം നിലനിൽക്കുന്നതും ശക്തിയോ ദിശയോ പ്രവചിക്കാനാകാത്തതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അതായത് സ്ഥിരമില്ലാത്ത കാറ്റുകൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും ഈ ഗണത്തിൽ പെടുന്നു. ചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്നും ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന വ്യവസ്ഥകളാണ് ചക്രവാതങ്ങൾ. അപ്പോൾ സെൻട്രലിൽ ന്യൂനമർദ്ദവും ചുറ്റുഭാഗത്ത് എന്താണ് ഉച്ചമർദ്ദവുമായിരിക്കും. അപ്പം ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് ചക്രവാതങ്ങൾ. ഉഷ്ണമേഖലയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾക്ക് മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് വ്യാപ്തി കുറവാണെങ്കിലും കൂടുതൽ വിനാശകാരികളാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ തീരം തൊടുന്നതോടെ നിർജീവമാകുന്നു. കരയിലെ താപസാഹചര്യങ്ങൾ കടലിൽ നിന്ന് വ്യത്യസ്തമായതും കരയിൽ ഘർഷണം കൂടുതലായതുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കരയിൽ കയറുന്നതോടെ നിർജീവമാകാൻ കാരണം. തീരദേശങ്ങളിൽ അതിശക്തമായ ചുഴലിക്കാറ്റുകൾക്കും മഴയ്ക്കും കാരണമാകുന്ന ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹരിക്കെയിൻസ്, ടൈഫൂൺസ്, ബില്ലി ബില്ലീസ്, ടൊർണോഡോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. മിതോഷ്ണ മേഖലയിൽ ഉഷ്ണവായുവും ശീതവായുവും സന്ധിക്കുന്ന വാതമുഖങ്ങളിലാണ് മിതോഷ്ണ മേഖല ചക്രവാതങ്ങൾ ജന്മമെടുക്കുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളെ അപേക്ഷിച്ച് മിതോഷ്ണ ചക്രവാതങ്ങളുടെ വ്യാപ്തി കൂടുതലാണെങ്കിലും ഇത് വിനാശകാരികളല്ല. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ന്യൂനമർദ്ദ വ്യവസ്ഥകൾക്ക് വൻകരകൾക്ക് മുകളിലൂടെയും നീങ്ങാൻ കഴിയുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങളിലെ വായുപ്രവാഹം എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഉത്തരാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും, അതായത് ക്ലോക്ക് വൈസ് അല്ല, ഓപ്പോസിറ്റ്. ദക്ഷിണാർദ്ധഗോളത്തിൽ എങ്ങനെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ഇങ്ങനെയല്ലേ പോകുന്നത്, അങ്ങനെയുമാണ് ഈ ചക്രവാതങ്ങൾ വീശുന്നത്. ഇതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഓഗി ചുഴലിക്കാറ്റ് തുടങ്ങിയിട്ടുള്ള ചുഴലിക്കാറ്റുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ കരഭാഗത്തേക്ക് അടുക്കുന്തോറും ഇതിൻ്റെ ശക്തി കുറവാണ്, എങ്കിലും നമ്മളെ ചിലപ്പോഴൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ബാധിക്കാറുണ്ട്. ഇനി പ്രതിചക്രവാതങ്ങൾ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഉച്ചമർദ്ദമാണുള്ളത്. ചുറ്റുമുള്ള ന്യൂനമർദ്ദ മേഖലകളിലേക്ക് ഈ ഉച്ചമർദ്ദത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, കാറ്റ് ചുഴറ്റി വീശുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസ്ഥകളാണ് പ്രതിചക്രവാതങ്ങൾ എന്ന് പറയുന്നത്. ഇത് കാര്യമായ അന്തരീക്ഷ പ്രക്ഷുബ്ധതകൾ സൃഷ്ടിക്കാറില്ല. ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് പ്രതിചക്രവാതങ്ങൾ വീശുന്നത്. രണ്ടും മാറിപ്പോവാതെ നോക്കുക. ചക്രവാതങ്ങളിൽ എങ്ങനെയാണ്, പ്രതിചക്രവാതങ്ങളിൽ എങ്ങനെയാണ്, എവിടെയാണ് ഘടികാര ദിശ, എവിടെയാണ് എതിർ ഘടികാര ദിശ എന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂമിയിൽ ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭ്യമാകുന്ന സൗരോർജം അതത് പ്രദേശങ്ങളിലെ വായുചലനങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയല്ലോ. സൗരോർജത്തിന്റെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രധാന ദിനാന്തരീക്ഷ ഘടകമാണ് അന്തരീക്ഷ ആർദ്രത, അറ്റ്മോസ്ഫറിക് ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ ആർദ്രതയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നോക്കാം. ജലം ചൂടാകുമ്പോൾ നീരാവിയായി ഉയർന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? സമാനമായി സൂര്യതാപമേറ്റ് ഭൂമിയുടെ ഉപരിതലത്തിലെ എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും വ്യത്യസ്ത അളവിൽ ജലം ബാഷ്പമായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ജലാംശത്തെ എന്ത് പറയുന്നു? അന്തരീക്ഷ ആർദ്രത എന്ന് പറയുന്നു. അപ്പോൾ വെള്ളം ചൂട് പിടിച്ച് നീരാവിയായി മുകളിലേക്ക് പോകുന്നു. ഇതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ജലബാഷ്പം അദൃശ്യമായി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. അന്തരീക്ഷത്തിൽ അദൃശ്യമായി നിലകൊള്ളുന്ന ഈ ജലാംശത്തെ അന്തരീക്ഷ ആർദ്രത, ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നു. വെള്ളം നീരാവിയായി ഉയർന്നു പൊങ്ങി അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ജലാംശത്തിൻ്റെ അളവിനെ അന്തരീക്ഷ ആർദ്രത എന്ന് വിളിക്കുന്നു. നമുക്ക് ഏതെല്ലാം സ്രോതസ്സുകളിൽ നിന്നാണ് അന്തരീക്ഷത്തിലേക്ക് ജലബാഷ്പം എത്തുന്നത്? സമുദ്രങ്ങളിൽ നിന്നാവാം, കുളങ്ങളിൽ നിന്നാവാം, നദികളിൽ നിന്നാവാം. എല്ലാ ജലസ്രോതസ്സുകളിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. നിശ്ചിത വ്യാപ്തം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള അന്തരീക്ഷ ജലത്തിൻ്റെ യഥാർത്ഥ അളവിനെ കേവല ആർദ്രത, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു നിശ്ചിത വ്യാപ്തം അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ജലാംശത്തിൻ്റെ അളവിനെ
കേവല ആർദ്രത എന്ന് വിളിക്കുന്നു. ഓരോ പ്രദേശത്തെയും അന്തരീക്ഷ താപനിലയ്ക്കും ജലസ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് അന്തരീക്ഷ ജലത്തിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലബാഷ്പത്തിന് ഒരു പരിധിയുണ്ട്. ഒരു നിശ്ചിത സമയത്ത് നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലത്തിൻ്റെ യഥാർത്ഥ അളവും ആ നിർണായക ഊഷ്മാവിൽ വായുവിന് ആകെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ജലാംശവും തമ്മിലുള്ള അനുപാതത്തെ ആപേക്ഷിക ആർദ്രത അഥവാ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നു. ഇതെന്താണ്? എത്ര ഉൾക്കൊള്ളാൻ കഴിയും, അതിൽ എത്ര ജലാംശമുണ്ട്. ഈ ഒരു ബന്ധത്തെയാണ്, അനുപാതത്തെയാണ് എന്ത് പറയുന്നത്? ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ആപേക്ഷിക ആർദ്രത ഈക്വൽ കേവല ആർദ്രത ഡിവൈഡഡ് അന്തരീക്ഷത്തിൽ ആകെയുള്ള ജലാകിരണ ശേഷി ഇൻറ്റു 100. ഹൈഗ്രോമീറ്ററും വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്ററും. അന്തരീക്ഷ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ രേഖപ്പെടുത്തുന്ന താപവ്യത്യാസം ഉപയോഗപ്പെടുത്തിയും ആപേക്ഷിക ആർദ്രത കണക്കാക്കാം. അന്തരീക്ഷം പൂർണ്ണമായും ജലപൂരിതമാകുന്ന അവസ്ഥയെ പൂരിതാവസ്ഥ അഥവാ സാച്ചുറേഷൻ ലെവൽ എന്നും അന്തരീക്ഷം ജലപൂരിതമാകുന്ന നിർണായക ഊഷ്മാവിനെ സാച്ചുറേഷൻ പോയിന്റ് അഥവാ പൂരിതാങ്കം എന്നും വിളിക്കുന്നു. അപ്പോൾ അന്തരീക്ഷം മൊത്തമായിട്ട് ജലാംശം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയും അങ്ങനെ ആകുന്ന ഊഷ്മാവിനെയും വിളിക്കുന്ന പേരുകളാണ് പൂരിതാവസ്ഥ എന്നും അതുപോലെ തന്നെ പൂരിതാങ്കം എന്നും പറയുന്നു. അന്തരീക്ഷം ജലപൂരിതമാകുന്നതോടെ ഘനീകരണം ആരംഭിക്കുന്നു. ഇനി എന്താണ് ഘനീകരണം? അന്തരീക്ഷ ജലാംശം ഘനീഭവിച്ച് ജലകണികകളായി മാറുമ്പോൾ മാത്രമാണ് അന്തരീക്ഷത്തിലെ ജലസാന്നിധ്യം നമുക്ക് ദൃശ്യമാകുന്നത്. ഘനീകരണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് തുഷാരം, ഹിമം, മൂടൽമഞ്ഞ്, മേഘം. നീരാവിയായി പോയിട്ടുള്ള ജലാംശങ്ങൾ വീണ്ടും ജലകണികകളായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. അതിൻ്റെ വിവിധ രൂപങ്ങളാണിവ. എന്താണ് തുഷാരം? രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റു തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ചില സമയത്തൊക്കെ നമ്മൾ പകൽ ഏറ്റവും പുലർച്ചെയൊക്കെ നമ്മൾ ചെടികളിൽ പുൽനാമ്പുകളിലൊക്കെ നമ്മളിങ്ങനെ വെള്ളം പറ്റിപ്പിടിച്ചതായിരിക്കും കാണാറുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? തുഷാരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹിമം. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. നമ്മൾ സീനറികളിലൊക്കെ കാണുന്ന രീതിയിൽ അല്ലേ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹിമം. മഞ്ഞുകണങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന രീതി. മൂടൽമഞ്ഞ്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽമഞ്ഞ് മിസ്റ്റ്, കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ പൊടിപടലങ്ങളുമായി കേന്ദ്രീകരിച്ച് ഘനീകരണം സംഭവിക്കുമ്പോൾ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നു. 4. മേഘങ്ങൾ. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ഈ മേഘങ്ങളെ നമ്മൾ 4 തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സിറസ്, ക്യുമുലസ്, നിംബസ്, സ്ട്രാറ്റസ് മേഘങ്ങൾ. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നല്ല ഉയരത്തിലാണ്, നേർത്ത പാളി പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഉയർന്ന തലത്തിലാണെങ്കിൽ അവിടെ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങളും, താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നു. ക്യുമുലസ് നമ്മൾ പൊതുവെ പറയാറുണ്ട് കോളിഫ്ലവറിൻ്റെ ആകൃതിയിലാണ്
ക്യുമുലസ് മേഘങ്ങൾ. വളരെ ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായാണ് ഇവ രൂപം കൊള്ളുന്നത്. നോക്കൂ, നല്ല പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് കാണപ്പെടുന്നത്. അടുത്തത് നിംബസ് മേഘങ്ങൾ. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. ഇവയെ മഴമേഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇവയെ എന്തു വിളിക്കുന്നത്? മഴമേഘങ്ങൾ എന്ന് വിളിക്കുന്നത്. സാന്ദ്രമായ ജലകണികകൾക്ക് സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയായാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാകുന്നത്. ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാറ്റസ്. ഏതൊക്കെയാണ്? സിറോസ്ട്രാറ്റസ്, സിറസും സ്ട്രാറ്റസും കൂടിച്ചേർന്ന രീതിയിലും, സ്ട്രാറ്റോ ക്യുമുലസ്, സ്ട്രാറ്റസും ക്യുമുലസ് മേഘങ്ങളും കൂടിച്ചേർന്ന നിലയിലും, ക്യുമുലോ നിംബസ്, ക്യുമുലസും നിംബസും, അതേപോലെ തന്നെ നിംബോ സ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കപ്പെടുന്നു. തുടർച്ചയായ ഘനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു. ഗുരുത്വാകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു. ഇതിനെ വർഷണം എന്ന് പറയുന്നു, പെർസ്പിറ്റേഷൻ എന്ന് പറയുന്നു. വർഷണത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച എന്നിവ. ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവേദ്യമായിട്ടുള്ള വർഷണ രൂപമാണ് മഴ. കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലും ശൈത്യകാലത്തും അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമപരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക. ഇതാണ് മഞ്ഞുവീഴ്ച. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിന് താഴത്തേക്ക് പോകുമ്പോൾ ഉള്ള വർഷണ രീതിയാണ് മഞ്ഞുവീഴ്ച. മേഘങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിൻ്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചുള്ള ഘനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു. ഇതിനെ എന്തു പറയുന്നു? ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നു. അപ്പോൾ വർഷണ രീതികൾ 3ആണ്: മഴ, മഞ്ഞുവീഴ്ച, ആലിപ്പഴ വീഴ്ച. അത് നല്ല രീതിയിൽ തന്നെ നോക്കി വയ്ക്കാം. ഇനി നമ്മൾക്ക് പരിചിതമായിട്ടുള്ളത് ഏതാണ്? മഴയാണ് ഏറ്റവും പരിചിതമായിട്ടുള്ളത്. മഞ്ഞുവീഴ്ചയൊക്കെ നമ്മൾ എവിടെയാണ്? ശൈത്യകാല രാജ്യങ്ങളിലൊക്കെ നമ്മൾ സീനറികളിലൊക്കെ തന്നെ കാണാറുണ്ട് അല്ലേ? മഴ എങ്ങനെയെല്ലാം? കടലിൽ നിന്നും നീരാവിപൂരിതമായ കാറ്റ് കരയിൽ പ്രവേശിക്കുകയും പർവ്വതച്ചെരിവുകളിൽ തട്ടി ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ കടലിൽ നിന്നുള്ള നീരാവിപൂരിതമായിട്ടുള്ള കാറ്റ് പർവ്വതച്ചെരിവുകളിൽ പ്രവേശിക്കുന്നു. ഇത് കാറ്റിന് അഭിമുഖമായ പർവ്വതവശത്ത് ഘനീകരണത്തിനും മഴമേഘങ്ങളുടെ രൂപീകരണത്തിനും ഇടയാക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ എന്തു പറയുന്നു? പർവ്വതമഴ എന്ന് പറയുന്നു. കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ മറ്റു വശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടങ്ങളിൽ മഴ ലഭിക്കുന്നില്ല. ഇത്തരം പ്രദേശങ്ങളെ എന്തു പറയുന്നു? റെയിൻ ഷാഡോ റീജിയൻസ് അഥവാ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു. അതായത് ഈ ഭാഗത്തേക്കാണ് എന്തു വരുന്നത്? നീരാവി വഹിച്ചു കൊണ്ടുവരുന്ന കാറ്റ് കടന്നു വരുന്നത് കടലിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് അത് മേഘങ്ങളായി രൂപപ്പെടുകയും അവിടെ തന്നെ മഴയായി വർഷിക്കുകയും ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ എന്തുണ്ടാകുന്നു? അവിടെ മഴ ലഭിക്കുന്നില്ല. ഈ പ്രദേശത്തെ എന്തു പറയുന്നു? മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മഴ ധാരാളമായി ലഭിക്കുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മഴ തീരെ കുറവായിരിക്കും. എന്തായിരിക്കും കാരണം? പൊതുവെ എന്താണ്? പശ്ചിമഘട്ടം അതിർവരമ്പ് തീർക്കുന്നത് കൊണ്ടായിരിക്കും. പശ്ചിമഘട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് മഴനിഴൽ പ്രദേശങ്ങളാണ്. അതാണ് തമിഴ്നാടിൻ്റെ ഭാഗം. ഉഷ്ണകാലത്ത് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിൽ മഴയുണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? സംവഹന പ്രക്രിയയിലൂടെയാണ് ഇതുണ്ടാകുന്നത്. എന്താണ് സംവഹന പ്രക്രിയ? നമ്മുടെ ചൂടായിട്ടുള്ള വായു ഉയർന്നു പൊങ്ങുക അല്ലേ? ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന മഴ എന്ന് പറയുന്നു. ഭൂമധ്യരേഖ കാലാവസ്ഥാ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംവഹന വൃഷ്ടി ഉണ്ടാകുന്നത്. അവിടെ ചൂട് കൂടുതലായതിനാലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ചിത്രം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സാധാരണയായി ഉച്ചതിരിഞ്ഞാണ് ഇത്തരത്തിൽ മഴയുണ്ടാകുന്നത് എന്നതിനാൽ സംവഹന മഴയെ എന്തു പറയുന്നു? 4 o'clock റെയിൻ അഥവാ 4 മണി മഴ എന്നും വിളിക്കാറുണ്ട്. ഒരു ചക്രവാത വ്യവസ്ഥയിൽ ഉഷ്ണവായുവും ശീതവായുവും കൂടിച്ചേരുമ്പോൾ ഭാരം കുറഞ്ഞ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും തുടർന്ന് ഘനീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു.
ഇതാണ് ചക്രവാത വൃഷ്ടി, സൈക്ലോണിക് റെയിൻഫാൾ എന്ന് പറയുന്നത്. ഉഷ്ണശീതവായു സഞ്ചയങ്ങൾ സംയോജിക്കുന്ന അതിരുകളെ വാതമുഖങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതിനാൽ ഇത്തരം മഴയെ വാതമുഖ മഴ എന്നും വിളിക്കുന്നു. അതായത് ഉഷ്ണവായും ശീതവായും കൂടിച്ചേർന്നുണ്ടാകുന്ന എന്തിനെയാണ് മഴ, അവിടെ ഉണ്ടാകുന്ന മഴയെ നമ്മൾ എന്തു പറയുന്നു? ചക്രവാത വൃഷ്ടി എന്ന് പറയുന്നു. ജീവഗ്രഹമായ നമ്മുടെ ഭൂമിയിലെ സകല സ്പന്ദനങ്ങളും നിലനിർത്തുന്നത് സൂര്യനാണെന്ന് ബോധ്യമായല്ലോ. അതുപോലെ ഭൂമിക്ക് ഒരു സ്വാഭാവിക താപസന്തുലന സംവിധാനമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അന്തരീക്ഷത്തിന്റെ ഘടക സംരചനയിൽ ത്വരിതമാറ്റം ഉണ്ടാകുന്നതിലൂടെ മേൽപ്പറഞ്ഞ താപസന്തുലനം സാധ്യമാകാതെ വരുന്നു എന്ന് പഠനങ്ങൾ തെളിവ്. പരിസ്ഥിതി സൗഹൃദപരമല്ലാത്തതുമായ മനുഷ്യ ഇടപെടലുകൾ സ്വയം നിയന്ത്രിച്ച് അന്തരീക്ഷത്തിന്റെ ലോലസന്തുലനം നിലനിർത്തുക വഴി ഇനിയും തലമുറകൾക്ക് ഭീഷണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ ജീവഗ്രഹത്തെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലും മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അതിതീവ്ര മഴ എന്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്? മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. നോക്കൂ, ചില പ്രത്യേക പ്രദേശങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വൻതോതിൽ മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് മിന്നൽ പ്രളയങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമാകുന്നു. മണിക്കൂറിൽ 10 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചാലാണ് മേഘസ്ഫോടനമായി കണക്കാക്കുന്നത്. മേഘവിസ്ഫോടനങ്ങൾ കൂടുതലും പർവ്വത മേഖലകളിലാണ് ഉണ്ടാകുന്നത്. 2019 കേരളത്തിലെ കവളപ്പാറ, പുത്തുമല പ്രദേശങ്ങളിൽ സർവനാശം വിതച്ച ഉരുൾപൊട്ടലുകൾ മേഘസ്ഫോടനം മൂലമുണ്ടായ അതിതീവ്ര മഴ കാരണമാണെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2024 മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലുകളും മേഘസ്ഫോടനം കാരണമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്റർ. നമ്മൾ പെട്ടെന്ന് തന്നെ സെക്കൻഡ് ചാപ്റ്റർ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.